നമസ്കാരം. ഭംഗിയുള്ള ഒരു കുഞ്ഞു വീട്ടിലാട്ടോ നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് വെറും ഒരു 1200 സ്ക്വയർ ഫീറ്റിനകത്ത് ഒരു വീട് എങ്ങനെ മാക്സിമം ഭംഗിയാക്കി ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും, എന്തൊക്കെ ഐഡിയാസ് നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ ഒരു ലക്ഷറി ഫീൽ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ നമ്മൾ എലവേഷനാണ് തുടങ്ങാറുള്ളത്, പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് അകത്തേക്ക് വരാറുള്ളത്. ഇന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വീടിനകത്താണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു അപ്പാർട്ട്മെൻറ്റ് സ്പേസാണ്. 1200 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ളൊരു സ്പേസാണ്. പക്ഷേ ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കയറി വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ ഫോയർ സ്പേസിൽ നിന്നാണ്. നേരെ ഒരു ചെറിയ ലിവിങ് റൂം സ്പേസാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ വീട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ വെറും 10 അടി മാത്രം വീതി വരുന്ന 3.60 നീളം വരുന്ന ഒരു ലിവിങ് സ്പേസാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു സോഫ സീറ്റർ നൽകിയിട്ടുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ട് പണിയിപ്പിച്ചിരിക്കുന്ന സോഫ സീറ്ററാണ്. അപ്പോൾ സോഫ സീറ്റർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു സോഫ സീറ്റർ ആണെങ്കിൽ ഒരു മോഡേൺ ഫീലും ലഭിക്കും, നല്ല തൈ സപ്പോർട്ടും ലഭിക്കും. എന്താ തൈ സപ്പോർട്ട് എന്നറിയോ? അപ്പോൾ ഈ സാധാരണ നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്ന സോഫകൾക്ക് ഈ ഒരു വീതി വളരെ കുറവായിരിക്കും. ഈ വീതി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇരിക്കാനുള്ള കംഫോർട്ട് കൂടും. അതിനെയാണ് നമ്മൾ തൈ സപ്പോർട്ട് എന്ന് പറയുക. ഒരു സോഫയുടെ തൈ സപ്പോർട്ട് കൂടുന്നതിനനുസരിച്ചായിരിക്കും നമുക്കതിൻ്റെ കംഫർട്ട് ഉണ്ടാവുക. നമ്മൾ നേരെ ഈ ഒരു സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോക്കൽ പോയിൻ്റ് ആയിട്ട് ഈ ഒരു വാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പല വർക്കുകളിലും നമുക്ക് ഇതേപോലത്തെ ഡിസൈൻ വർക്കുകൾ വാളിൽ പിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതെന്താണ് സംഭവം എന്നുള്ള അറിയാത്ത ആൾക്കാർക്ക് ഇത് ശരിക്കും PVC മെറ്റീരിയലാണ്. വാളിലേക്ക് ഇതുപോലത്തെ PVC പ്രൊഫൈലുകൾ വലിയ ലെങ്ത്തിൽ കിട്ടും. അത് നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവരുന്നത്. വെയിൻസ്റ്റോക്ക് PVC പാനലിന് നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഇത് പല വീതിയിലുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 വീതികളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു കർട്ടൻ നൽകിയിട്ടുണ്ട്. 2 ലെയർ വരുന്ന ഡബിൾ ട്രാക്ക് കർട്ടനാണ് നൽകിയിട്ടുള്ളത്. ഒരു ചെയർ, ചെയർ, നല്ല ഭംഗിയുള്ള ഒരു ചെയർ ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു കോഫി ടേബിൾ, മെറ്റൽ ലെഗ് വരുന്ന തരത്തിലുള്ള ഒരു കോഫി ടേബിൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ കളർ തീം നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ മൊത്തമായിട്ട് ഒരു ന്യൂട്രൽ കളേഴ്സാണ് കൂടുതലായിട്ട് ഒരു 80% നൽകിയിരിക്കുന്നത്. അതിൽ ഇതേപോലെയുള്ള ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷൻസിൽ മാത്രം അല്പം സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ജിപ്സം സീലിങ്ങിൽ നിന്നും കുറച്ചുകൂടെ ഒരു ആംബിയൻസ് കൂട്ടി ഒരു ലക്ഷറി ഗോൾഡൻ ടൈപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഒരു ഗോൾഡൻ സംഭവം കണ്ടോ, ഒരു ഗോൾഡൻ ബീഡിങ് എന്ന് പറയുന്നത് ഗോൾഡൻ ടീ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻറ്റീരിയർ പ്രൊഡക്ട്സ് കിട്ടുന്ന ഷോപ്പിൽ ഇതേപോലത്തെ പ്രൊഫൈലുകൾ കിട്ടും. ജിപ്സം സീലിങ്ങിനകത്തേക്ക് ഈ പ്രൊഫൈൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മളുടെ ആ സീലിങ്ങിൻ്റെ ആംബിയൻസ് തന്നെ മാറിക്കഴിഞ്ഞു. ഒരു ഷാൻലിയർ ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിലും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഗോൾഡൻ റിഫ്ലക്ഷൻ വരുന്ന തരത്തിലുള്ളൊരു ലൈറ്റാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാളിൽ ചെയ്തിരിക്കുന്ന ഡെക്കറേഷൻ വർക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. വെയിൻസ്റ്റോക്ക് PVC പാനലുകൾ ഇതേപോലെ ഗ്രൗണ്ടിൽ നിന്നും 3 ഫീറ്റ് ഹൈറ്റിൽ ഇതേപോലെ പാനൽ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നൽകിയിരിക്കുന്ന പെയിൻറ്റ് കുറച്ചുകൂടി മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു പെയിൻറ്റ് നൽകിയിരിക്കുന്നു. ഇതിൻ്റെ മുകളിൽ PU പെയിൻ്റാണ് നൽകിയിരിക്കുന്നത്. PU പെയിൻറ്റിൻ്റെ ഒരു ഗ്ലോസിനെസ് നമുക്കിതിൽ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കോമൺ സ്പേസ് മൊത്തത്തിൽ ഒരു 3 ഫീറ്റ് ഹൈറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു TV യൂണിറ്റ് ഇവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റിന് മുകളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പാസീവ് സ്പേസിലാണ് ഈ TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ലിവിങ് സ്പേസിൽ നിന്നും ഡൈനിങ് സ്പേസിൽ നിന്നും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ TV സ്പേസ് വെക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതിലൊരു ചെറിയൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഒരു ഹാൻഡിൽ വന്നിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും TV ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തൽക്കാലം അത് ആ ഫ്ലോറിൽ വെച്ചിരിക്കുകയാണ്. നേരെ നമ്മൾ വരികയാണെങ്കിൽ ലിവിങ് സ്പേസിൽ നിന്ന് നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, ചെറിയൊരു പാസീവ് സ്പേസ് നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ ഒരു 4.3 മീറ്റർ അവിടുന്ന് ഇവിടം വരെ ലെങ്ത്ത് വരുന്നുണ്ട്.
3 മീറ്ററാണ് ഇവിടെ വീതിയും വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെറാമിക് കൗണ്ടർ ടോപ്പ് വരുന്ന ടേബിൾ നൽകിയിരിക്കുന്നു. ലെതർ ഫിനിഷ്ഡ് ആയിട്ട്, ആർട്ടിഫിഷ്യൽ ലെതർ ആണ് എന്നാലും കംപ്ലീറ്റ് ആയിട്ട് ലെതർ ഫിനിഷ്ഡ് ആയിട്ട് വരുന്ന 6 ചെയറുകൾ, 6 പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെയറുകൾ നൽകിയിരിക്കുന്നു. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് സീലിങ്ങിൽ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിലും ആ സീലിങ്ങിൻ്റെ പാറ്റേൺ ഗോൾഡൻ സ്ട്രിപ്പ് വെച്ചിട്ട് ആ ലക്ഷറിയസ് പാറ്റേണിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന ജിപ്സം പാറ്റേൺ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതിൽ ആ ഗോൾഡൻ സ്ട്രിപ്പ് വന്നപ്പോഴാണ് നമുക്ക് ഈ കാണുന്ന എലഗൻസ് വന്നിട്ടുള്ളത്. നേരെ ഡൈനിങ് സ്പേസിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഇവിടുത്തെ വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, വാഷിംഗ് ഏരിയയിൽ കാര്യമായിട്ടുള്ള ടൈലുകളോ എക്സ്പെൻസീവ് ആയിട്ടുള്ള പാനലുകളോ ഒന്നും നൽകിയിട്ടില്ല. സിമ്പിളായിട്ട് മിറർ മാത്രം നൽകിയിരിക്കുന്നു. അതിൽ 2 പ്രൊഫൈൽ ലൈറ്റുകൾ കൂടെ ഇൻബിൽറ്റ് ചെയ്ത സമയത്ത് നല്ല എലഗൻ്റ് ആയിട്ട് ഈ ഒരു മൊത്തം സ്പേസിനെയും കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിൽ വലിയൊരു ഗ്ലാസ് ഇവിടെ നൽകിയിരിക്കുന്നു. അതിൽ വൈറ്റ് ഫിനിഷിൽ വരുന്ന ടൈല് കൗണ്ടർ ടോപ്പായിട്ട് ചെയ്തിരിക്കുന്നു. WPCയുടെ വാനിറ്റി കൗണ്ടേഴ്സ് 3 ചെയ്തിരിക്കുന്നു. അതിൻ്റെ മുകളിലെല്ലാം PU പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. WPC മേടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെയിൻ സ്റ്റോക്ക് പാനലുകൾ ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ PU പെയിൻ്റ് അടിച്ചിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ 3 ബെഡ്റൂമുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം കാണുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കിച്ചൺ കാണാം. വളരെ ക്യൂട്ടായിട്ടുള്ള, വളരെ ചെറിയ സ്പേസിൽ കോമ്പാക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കിച്ചണും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് സത്യത്തിൽ ഇതെൻ്റെ ഫ്രണ്ട് ആർക്കിടെക്റ്റ് ഡാനിഷിൻ്റെ വർക്കാണ്. ഡാനിഷിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അദ്ദേഹമാണ് ഈ കാണുന്ന ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നത്. ഒരു എംപ്റ്റി സ്പേസ് അദ്ദേഹത്തിന് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങ് ആക്കി തരും അല്ലേ? തീർച്ചയായിട്ടും. വെൽക്കം ബാക്ക്. എൻ്റെ സുഹൃത്താണ് കേട്ടോ അദ്ദേഹം. ശരിക്കും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. എൻ്റെ ഒരു സുഹൃത്താണെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യുന്നത്, എങ്ങനത്തെ രീതിയിൽ എവിടെയൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് പറയാം. നമ്മൾ ഓൾ കേരള നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. നമ്മൾ ബേസിക്കലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇന്റീരിയർ ഫർണിഷിംഗ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ, അതായത് ഒരു വീട് അതിലൊന്നുമില്ല, എംപ്റ്റി സ്പേസ് ആണ്. വീടല്ല, നമ്മളിപ്പോൾ അപ്പാർട്ട്മെന്റ് ആയാലും വീടായാലും ഇനി കമേഴ്ഷ്യൽ സ്പേസ് ആയാലും നമുക്ക് ഇന്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വർക്ക് ആയാലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഡിസൈൻ ചെയ്യാനും പറ്റും, അത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാനും ചെയ്യാൻ പറ്റും. അതിൽ ഫ്ലോറിങ് വരും, ഇതേപോലെ ഫർണിച്ചറുകൾ വരും, സീലിംഗ് വരും, കർട്ടൻസ് വരും, കിച്ചൺസ് വരും, അങ്ങനെ എല്ലാവർക്കും എല്ലാം കംപ്ലീറ്റ്ലി. ഇപ്പോൾ ഒരു സ്പേസ് അവർ തന്നു കഴിഞ്ഞാൽ പിന്നെ ഈവൻ അവസാനം നമ്മൾ ഇന്റീരിയർ സ്റ്റൈലിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും, ഈവൻ നമ്മൾ ബെഡ്ഷീറ്റ്സ് ആയാലും എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ടേൺ കീ ലെവലിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ കീ അങ്ങോട്ട് തരും, പിന്നെ നമ്മൾ ആ വീട്ടിലേക്ക് ഇതേപോലത്തെ ഒരു വീട്ടിലേക്ക് കയറി വന്നാൽ മതി അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീട്ടിലെ കിച്ചണിലാണ്. കിച്ചണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നിങ്ങൾ കൊടുത്തിരിക്കുന്നില്ല, ഇത് ടൈലല്ലേ അല്ലേ? ടൈൽ. മെറ്റീരിയൽ പർച്ചേസിംഗിലൊക്കെ നിങ്ങൾ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. ഏത് മെറ്റീരിയൽ, ഏത് ഷോപ്പ്? ഡിസൈനിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും ക്ലയന്റിന് എന്തൊക്കെ മെറ്റീരിയൽ ആണോ, എന്തൊക്കെ ഫിനിഷ് ആണോ, അത് കംപ്ലീറ്റ്ലി നമ്മൾ ത്രൂ ആണ് പോവുക. കാരണം നമ്മൾ ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ക്ലയന്റ് കൊടുക്കുക. ഇനി കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ത്രൂ ഔട്ട് നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യുക. ഓ ആയിക്കോട്ടെ. കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് കിച്ചണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? സാധാരണ നമ്മൾ മോഡേൺ ഗ്ലോസി ഫിനിഷിന് പകരം ഒരു ഇംഗ്ലീഷ് മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു കിച്ചൺ, അതിൽ ഇതേപോലെ വെയിൻസ്റ്റോൺ പ്രൊഫൈലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ത് വെച്ചിട്ടാണ് കിച്ചൺ ചെയ്തത്? ഇത് കംപ്ലീറ്റ്ലി നമ്മൾ WPC ബോർഡ് ഉപയോഗിച്ചിട്ടാണ്. WPC ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ശരിക്ക് പ്ലൈവുഡ് ആണോ WPC ആണോ കിച്ചൺ നല്ലതെന്ന് ചോദിച്ചാൽ നിങ്ങൾ? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ പ്ലൈവുഡ് ഇനി ഏത് ക്വാളിറ്റിയിലുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇതിന് കംപ്ലൈന്റ് വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വർക്കിൽ കംപ്ലീറ്റ്ലി ഞാൻ പ്ലൈവുഡുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പം വർക്ക് WPCയിലേക്ക് മാറി. കംപ്ലീറ്റ്ലി WPC ആകുമ്പോൾ നിങ്ങൾ കാണുന്ന അഡ്വാൻറ്റേജ് എന്താ? വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ WPCയിൽ തന്നെ നമ്മൾ ഡെൻസിറ്റി ഉള്ള ബോർഡാണ് എങ്കിൽ സ്ക്രൂ ഹോൾഡിങ്ങിന്റെ പ്രശ്നം കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നല്ല സ്മൂത്ത് ഫിനിഷ് ആയതുകൊണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ PU പെയിന്റ് കൊടുത്തത്. PU പെയിന്റ് ആണ്. ലാമിനേറ്റ് ഒന്നും ഒട്ടിച്ചിട്ടില്ല, ബോർഡ് വാങ്ങി ഇത് അടിച്ചിട്ട് അതിന്റെ മുകളിൽ പെയിന്റ് ചെയ്തു. അതിപ്പം പ്ലൈവുഡ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിനെ പുട്ടി ചെയ്ത് ഫിനിഷ് ചെയ്യാനും വലിയൊരു കോസ്റ്റും വരും. എങ്ങനെ ഫിനിഷ് ചെയ്താലും നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. പക്ഷെ ഇത് നമുക്ക് ഇപ്പം ബോർഡോ ഇറ്റ്സെൽഫ് ഒരു സ്മൂത്ത് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്മൂത്ത് ഫിനിഷിങ് നമുക്ക് കിട്ടുകയും ചെയ്യും. യെസ്, നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അവർക്ക് ഇതേപോലെ വലിയ സ്പേസ് ഒന്നും ഇല്ല. ഇതിപ്പോ 1200 സ്ക്വയർ ഫീറ്റ് അങ്ങനെ എന്തോ അപ്പാർട്ട്മെന്റ് ആണ്, ലിമിറ്റഡ് സ്പേസ് ആണ്. പക്ഷെ ഈ ഒരു സ്പേസിന് മാക്സിമം സ്പേഷ്യസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ ഓപ്പൺ കിച്ചൺ അല്ല, ക്ലോസ്ഡ് കിച്ചൺ ആയിരുന്നു. അത് ഓപ്പൺ കിച്ചൺ ആക്കി, ഇത് ഓപ്പൺ ആക്കിയതാണ്.
പിന്നെ അതേപോലെ തന്നെ ഈ മിറർ നമുക്ക് ആ ഒരു സ്പേസ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു വലിയ മിറർ തന്നെ കൊടുത്തത് കൊണ്ടാണ്. അതേപോലെ ഈ ബാൽക്കണിന്റെ അവിടെ നമ്മൾ ബാൽക്കണി കുറച്ചുകൂടി മൂവ് ചെയ്തിട്ട്, അതായത് ആ UPVC വിൻഡോ മൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെയും സ്പേസ് കൂടി. അപ്പം മാക്സിമം സ്പേസ് ഉള്ള സ്പേസിനെ പരമാവധി കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്പേസ് ഡിസൈൻ. സ്വന്തം സ്ഥലം നമ്മുടെ കൊടുവള്ളിയാണ്. കോഴിക്കോട് കൊടുവള്ളിയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം. ഓഫീസ് കോഴിക്കോടാണ്. കോഴിക്കോട് ഓഫീസ് വരുന്നത് അല്ലേ? ഓക്കെ, ഫൈൻ. കിച്ചന്റെ ലേഔട്ട് ഞാൻ കൃത്യമായിട്ട് കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് തരട്ടെ. കിച്ചന്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ വെറും 8 അടി 2.40 മാത്രമേ ഇവിടെ വീതിയുള്ളൂ. 3 മീറ്ററാണ് ഇവിടെ നീളം വരുന്നത്. അപ്പോൾ സ്റ്റോറേജ് സ്പേസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലായിരിക്കും. കിച്ചണിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, ഈ വാളിൽ വിൻഡോ കൊടുത്തിട്ടില്ല, ഈ വാളിലും വിൻഡോ കൊടുത്തിട്ടില്ല. നേരെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് ഒരു വിൻഡോ വരുന്നത്. പിന്നെ ഔട്ട് സൈഡിലേക്ക് പോകാനുള്ളൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് വേണ്ട ഒരു അറേഞ്ച്മെൻറ്റ്, ഇവിടെ സിങ്ക് നൽകിയിരിക്കുന്നത് ഇവിടെയാണ്. ഹുഡ് ആൻഡ് ഹോബ് തൊട്ടടുത്ത് ഈ ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. ഫ്രിഡ്ജ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇങ്ങനെയാണ് ഒരു വർക്കിംഗ് ട്രയാങ്കിൾ വരുന്നത്. വളരെ കുറഞ്ഞൊരു സ്പേസിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇവിടെയും അവിടെയൊക്കെ വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ അപ്പർ ക്യാബിനറ്റ്സുകൾ അടിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. കാരണം അപ്പർ ക്യാബിനറ്റ്സ് വരുന്ന സ്ഥലത്തായിരിക്കും അവിടെ വിൻഡോ വന്നിട്ടുണ്ടാവുക. അപ്പോൾ പ്ലാനിങ്ങിൽ നിങ്ങൾ ചെറിയ സ്പേസ് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ നൽകിയിരിക്കുന്നത് ടൈലുകളാണ്. നല്ല ഭംഗിയുള്ള നോർമൽ ടൈലുകളാണ്. ഇപ്പം ഡിസൈനർ ടൈലുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പൊതുവെ ഇച്ചിരി കോസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഇതുപോലത്തെ പാറ്റേൺ ടൈലുകളാണെങ്കിൽ കോസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു ഹൈക്കൊന്നും വരുന്നില്ല. നോർമൽ കോസ്റ്റിൽ വരുന്ന ടൈലുകളാണ്. പക്ഷേ കോമ്പിനേഷനിൽ വരുമ്പോൾ ആ ഒരു ഭംഗി നോക്കും. ഇവിടെ കൗണ്ടർ ടോപ്പ് ആയിട്ട് സത്താരിയോ എന്ന് പറയുന്ന ഇറ്റാലിയൻ മാർബിൾ ഫിനിഷിൽ വരുന്ന ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആ ടൈൽ ഇവിടെ ഒട്ടിച്ചതിന് ശേഷം 45 ഡിഗ്രിയിൽ ഇതേപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടാണ് ഈ ഒരു കൗണ്ടർ ടോപ്പിന് ഇത്രയും തിക്നെസ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളുടെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അപ്ലിഫ്റ്റ്, ഇതേപോലെ ലിഫ്റ്റപ്പ് നൽകിയിട്ടുണ്ട്. ആ ലിഫ്റ്റ് സ്പേസ് 2 എണ്ണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബോസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫ്രിഡ്ജാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ലൊരു കമ്പനിയാട്ടോ ബോസ്. വളരെ ചെറിയൊരു സ്പേസ് ആണെങ്കിലും ഈ വീട്ടിൽ 3 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. ആ 3 ബെഡ്റൂമുകൾക്കും ടോയ്ലറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പൊസിഷൻ അലൈൻമെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ലിവിങ് റൂം കണ്ടു. നേരെ സ്ട്രെയിറ്റ് വരികയാണെങ്കിൽ അതിൻ്റെ ഡൈനിങ് സ്പേസ് കണ്ടു. അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കിച്ചൺ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് അതിൻ്റെ വാഷ് നൽകിയിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. അതിൻ്റെ ഡിസൈൻ നമുക്കൊന്ന് കാണാം. ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരു മീഡിയം സൈസ് ബെഡ്റൂം നമുക്ക് വേണമെങ്കിൽ പറയാം. 3.60 ഇവിടെ ഈ ഒരു വീതി വരുന്നത്. 3.30 ഇവിടെ ഈ ഒരു നീളം വരുന്നത്. കട്ടിലേക്ക് വരുന്ന സമയത്ത് ക്യൂൻ സൈസ് കട്ടിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹെഡ് ബോർഡിൻ്റെ ഭാഗത്ത് ഇതേപോലെ കുഷൻ കവേർഡ് ആയിട്ടുള്ള ഹെഡ് ബോർഡ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും ഇതേപോലെ ഒരു ടീ പ്രൊഫൈല് ഗോൾഡൻ സ്ട്രിപ്പായിട്ട് നൽകിയിട്ടുണ്ട്. 2 പാനലുകൾ, വെയിൻ സ്റ്റോക്ക് പാനലുകൾ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തം വരച്ചിരിക്കുന്നതാണ്, ഹാൻഡ് ഡ്രോയിങ് ആയിട്ട് വരച്ചിരിക്കുന്ന, വാൾപേപ്പർ ഒന്നുമല്ല. ആ ഒരു ഗോൾഡൻ ഫിനിഷിൽ വരുന്ന ലീഫുകൾ പെയിൻറ്റർ കൊണ്ട് വരപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. ക്യൂട്ടായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് ടേബിളിൻ്റെ ഡിസൈൻ നോക്ക്, നല്ല ഭംഗിയുള്ള PU ഫിനിഷിൽ ചെയ്തിരിക്കുന്ന ഒരു സൈഡ് ടേബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 2 സൈഡിലും നൽകിയിട്ടുണ്ട്. കട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് കട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് കുഷൻ കവേർഡ് ആയിട്ട് വരുന്ന കട്ടിലാണ്. ഇവരുടെ ഇൻറ്റീരിയർ പ്രൊഡക്റ്റുകളെല്ലാം ഫാക്ടറി ഫിനിഷ് ആട്ടോ. എന്ന് വെച്ചാൽ അധിക പ്രൊഡക്ട്സുകളും അവർ ഫാക്ടറിയിൽ നിന്ന് തന്നെ പണിത് കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ സൈറ്റിൽ ജസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലത്തെ ഒരു സ്പേസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് പണിയാറൊന്നും പറ്റില്ല. എല്ലാം ഔട്ട് സൈഡിൽ നിന്ന് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് പണിതിട്ട് ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് അസംബ്ലിങ് മാത്രമാണ് കൂടുതലും നടക്കുക. ഒരു റോമൻ ബ്ലൈൻഡ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇത് വാളാണ്, ഇത് വാർഡ്രോബാണ്. ഇവിടെ ഭിത്തിയുടെ അകംഭാഗത്തേക്ക് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളർ ഹാൻഡിൽ ഇതിന് നൽകിയിട്ടുണ്ട്. വാർഡ്രോബ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഷെൽഫുകൾ നൽകിയിരിക്കുന്നു. അവിടെ ഹാങ്ങർ യൂണിറ്റുകളുള്ളത്, അതിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഓപ്പൺ ആക്കാത്തത്. പ്രീലാമിനേറ്റഡ് ആയിട്ട് വരുന്ന WPC ഉണ്ട്. എന്ന് വെച്ചാൽ WPCക്ക് ഒരു മഞ്ഞ കളറായിരിക്കും നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടാവുക. എന്നാൽ വൈറ്റ് കളറിൽ ലാമിനേറ്റ് വരുന്ന WPCകൾ നമുക്കിന്ന് മാർക്കറ്റിലുണ്ട്. അത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലാമിനേഷൻ്റെ കോസ്റ്റ് കുറയ്ക്കാം. നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് ഈ ഭാഗം മാത്രം നമ്മൾ എഡ്ജ് ബാൻഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ആം ചെയർ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നേരെ ഇവിടെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്.
ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചിട്ടാണ് ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടൊരു ടോയ്ലറ്റ്, വലിയ സ്പേസ് ഒന്നും ഇല്ലാത്ത ഒരു 1.80 നീളം വരുന്ന 1.20 വീതി വരുന്നൊരു ടോയ്ലറ്റാണ്. അതിൽ തന്നെ ഒരു വാൾ ഹാങ് ആയിട്ടുള്ള ക്ലോസറ്റ് വരുന്നു, ഒരു ഷവർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്, ഒരു വാഷ് ബേസിൻ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. സൗകര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു ടോയ്ലറ്റാണ് ഈ ഒരു റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഡൈനിങ് സ്പേസിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് 2 ബെഡ്റൂമുകൾ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം റൈറ്റ് സൈഡിലുള്ള ബെഡ്റൂം ഒന്ന് കാണാം. നല്ല ഭംഗിയുള്ള ഒരു ന്യൂട്രൽ കളർ പാലറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നേരെ വരികയാണെങ്കിൽ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതേപോലെ പാനലിങ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്ത് WPCയിൽ ഗ്രൂവ് ചെയ്തിട്ട് അതിൽ PU പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. 2 പാനലുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഹെഡ് ബോർഡുകളെല്ലാം റെക്സിൻ കവേർഡ് ആയിട്ടാണ് ഹെഡ് ബോർഡുകൾ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ അപ്പോൾസ്റ്ററി ചെയ്തിരിക്കുന്ന ബെഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ക്യൂൻ സൈസിൽ വരുന്ന ബെഡാണ്. ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള ഒരു പില്ലോ കവറും അതേപോലെ കംഫർട്ടുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആ വാളിലേക്ക് നോക്കൂ, ഫുള്ളായിട്ട് പാനലിങ് ചെയ്ത് ആ വാൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിരിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് ഒരു സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ് ഉപയോഗിച്ചിട്ട് ആ ഒരു മോഡേൺ ലുക്ക് നിലനിർത്തിക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുള്ളൊരു ക്രീം കളർ തീമിൽ ചെയ്തിരിക്കുന്ന ഒരു വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഹൈറ്റിലാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് മുതൽ മുകളിൽ സീലിംഗ് വരെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. WPC ആണ് വാർഡ്രോബിന് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫിനിഷായിട്ട് PU പെയിൻ്റ് ആണ് ഫിനിഷ് നൽകിയിരിക്കുന്നത്. ഹാൻഡിൽസ് നോക്കൂ, നല്ല ഭംഗിയുള്ള ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു. നേരെ വാർഡ്രോബിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഷെൽഫുകളും ഹാങ്ങിങ് യൂണിറ്റുകളും നൽകിയിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ഹാങ്ങിങ് യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഇതിലേക്ക് മാറ്റിയിട്ട് നിങ്ങളെ ഇതിൻ്റെ സൗകര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് empty ആക്കി വെച്ചിരിക്കുകയാണ്. മുകൾ ഭാഗത്ത് ഇതേപോലെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതും പ്രീലാമിനേറ്റഡ് ആയിട്ട് വരുന്ന WPC ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല വൃത്തിയോടുകൂടെ തന്നെ നമുക്ക് WPCയിൽ ഇതേപോലെ വാർഡ്രോബുകൾ ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് പ്ലൈവുഡ്, WPC, HDF, MDF, HDHMR അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ വാർഡ്രോബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. WPCയിലേക്ക് വരുന്ന സമയത്ത് വില നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിലയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് WPC ആയിരിക്കും. അതും ഇതിൻ്റെ കൂടെ നിങ്ങളോട് പറയുകയാണ്. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്, ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്, ഡ്രസ്സിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഒരു അറേഞ്ച് ചെയ്യുന്ന ഒരു ചെറിയൊരു സ്പേസ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. കർട്ടൻ വന്ന ഭാഗത്തെല്ലാം ഇതേപോലെ റോമൻ ബ്ലൈൻഡ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ സ്പേസിലാണ്. ടോയ്ലറ്റുകളെല്ലാം മനോഹരമായിട്ട് വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. വലിയ സൈസൊന്നും ഇല്ലാത്ത കോമ്പാക്റ്റ് ആയിട്ടുള്ള ടോയ്ലറ്റാണ്. അതിൽ തന്നെ വാൾ ഹാങ് ആയിട്ടുള്ള ഒരു ക്ലോസറ്റ് നൽകിയിട്ടുണ്ട്. ഒരു വാനിറ്റി കൗണ്ടർ വാഷ് ബേസിനും അതിൻ്റെ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഒരു ഷവർ ഏരിയ നൽകിയിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടില്ല, നേരെ ഓപ്പൺ ആയിട്ട് നൽകിയിരിക്കുകയാണ്. ഈ ഒരു ബെഡ്റൂമിന് ബാൽക്കണി സ്പേസ് പുറത്തേക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഡോറാണ് ഈ കാണുന്നത്. ബാൽക്കണിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ റൂം ക്ലീൻ ചെയ്തിട്ട് ബാൽക്കണിയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അടുത്തൊരു ബെഡ്റൂം, 3ാമത്തെ ഒരു ബെഡ്റൂം കൂടെ നമുക്ക് കാണിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3ാമത്തെ ബെഡ്റൂമാണ്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഈ ഒരു പാസേജിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം ബെഡ്റൂമിൻ്റെ ലേഔട്ട് നമുക്കൊന്ന് കാണാം. ബെഡ്റൂമിൻ്റെ സൈസ് നമ്മൾ പറയുകയാണെങ്കിൽ 3.60 ഇവിടെ ഇതേപോലെ നീളം നൽകിയിരിക്കുന്നത്. 3.30 വീതി നൽകിയിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ഹെഡ് ടേബിളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫിക്സഡ് ആയിട്ട് കുഷൻ കവേർഡ് ആയിട്ട് സ്റ്റിച്ചഡ് ആയിട്ട് വരുന്ന ഒരു ഹെഡ് ബോർഡ് നൽകിയിരിക്കുന്നു. ഇവിടേക്ക് വരുന്ന സമയത്ത് ബാക്ക് പാനൽ WPC പ്രൊഫൈൽ കൊണ്ട് ഫുള്ളായിട്ട് പാനലിങ് ചെയ്തിരിക്കുന്നു. അതിൽ ഇതേപോലെ പെയേഴ്സ് ആയിട്ട് ഗോൾഡൻ സ്ട്രിപ്പുകൾ നൽകിയിരിക്കുന്നു. 2 ഭാഗത്തും ഇതേപോലെ ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളൊരു സൈഡ് ടേബിളാണ് നൽകിയിരിക്കുന്നത്. ഒരു മെറ്റൽ സൈഡ് ടേബിളിൽ ഗോൾഡൻ ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. കുറേ കൂടെ ഒരു കിഡ്സ് തീമാണ് ഈ ഒരു ബെഡിന് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാലും കിഡ്സിൻ്റെ കളർ കോമ്പിനേഷൻ ആ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനിലേക്ക് പോവാതെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രൽ കളർ പാലറ്റാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വാർഡ്രോബിന് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാർഡ്രോബിൻ്റെ ഡോർ ഡിസൈൻസ് നോക്കൂ, ലൂവർ ടൈപ്പ് ഗ്രൂസ് വരുന്ന തരത്തിലുള്ള ഡോർ ഡിസൈനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇതേപോലെ ഒരു ആർക്ക് മോഡൽ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഗ്രൂപ്പ് കട്ട് ചെയ്തിട്ടുമുണ്ട്. നേരെ സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ജിപ്സം സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ നൽകിയിരിക്കുന്നു. 2 ഭാഗത്തും ഇവിടെ കോവ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് സെൻറ്ററിൽ ഒരു പ്രൊഫൈൽ ലൈറ്റും നൽകിയിട്ടുണ്ട്.
സോ നമ്മൾ ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളും വീടിൻ്റെ ലേഔട്ടുകളും എല്ലാം നടന്ന് കണ്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം വളരെ കുറഞ്ഞ സ്പേസ് ആണെങ്കിലും അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കളർ തീമുകൾ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളായിട്ടുള്ള പാറ്റേൺ, ഈ വീട്ടിൽ നോക്കുകയാണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്കുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. എല്ലാം സിമ്പിളായിട്ടുള്ള പാറ്റേണുകൾ. കൂടുതലായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്രൂസ് വരുന്ന വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ കളർ തീം കൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതൊരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഫീലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ടോയ്ലറ്റിൻ്റെ ഡിസൈൻ കാണിച്ചു തരട്ടെ. 3ാമത്തെ ടോയ്ലറ്റാണിത്. ഇതേപോലെ വേറൊരു പാറ്റേണിൽ വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ച് ഒരു ഇറ്റാലിയൻ ഷെയ്ഡ് തന്നെ നൽകി. എല്ലാ ഒരു ടൈലിൻ്റെയും ഡിസൈൻ നോക്കുന്ന സമയത്ത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു വീട് വെക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും ഒരുപാട് ഐഡിയാസ് എടുക്കാൻ സാധിക്കും. പിന്നെ ഇതേപോലത്തെ ഒരു അപ്പാർട്ട്മെൻറ്റോ വീടോ ഒക്കെ ഇൻറ്റീരിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ചെയ്ത ആളുകളുടെ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ടാവും. നിങ്ങൾക്ക് അവരെ വിളിച്ച് അവരുടെ കൊട്ടേഷനും കാര്യങ്ങളും എടുത്ത് നിങ്ങൾക്ക് അത് ഓക്കെ ആവുമെങ്കിൽ, നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോവാം. അതല്ല നിങ്ങൾ സ്വന്തമായിട്ട് വീട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് ആർക്കിടെക്റ്റുകളുടെ വർക്കുകളായിരിക്കും നമ്മളുടെ ചാനൽ വരുന്നുണ്ടാവുക. അവരുടെ ഐഡിയാസ് ആയിരിക്കും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടാവുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് ഈ വീടും ഈ ഇൻറ്റീരിയറും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ